ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്നൊരു ഗവൺമെന്റിന്റെ പച്ചയായി ഒളിച്ചോട്ട് എങ്ങനെയാണെന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് ഇന്ന് നടന്നിട്ടുള്ള ബഡ്ജറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യവൽക്കരണം, ഭൂമി കച്ചവടം, പിന്നെ കുറച്ച് വാചക കസർത്ത്, ഇതൊക്കെ കൂടിയാൽ ബഡ്ജറ്റ് പൂർണ്ണമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ചോദിച്ചതുപോലെ ക്ഷേമ പെൻഷൻ 3000 ആക്കിയില്ലെന്ന് മാത്രമല്ല, കൊട്ടിഘോഷിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിൽ KSRTC ഒഴിച്ചൊന്നും പ്രാബല്യത്തിൽ വരാനുള്ള സാമ്പത്തികമായൊരു നിർദ്ദേശവും ഇതിനകത്തില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരുന്ന 12 ലക്ഷം പേർക്ക് കൊടുത്തു തുടങ്ങിയിട്ടുള്ള 1000 രൂപ നിർത്തിവെച്ചു എന്നുള്ള ആക്ഷേപത്തിന് മറുപടിയില്ല എന്ന് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കും എന്ന പ്രഖ്യാപനം, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിതമായിട്ടുള്ള ലോൺ കൊടുക്കും എന്നുള്ള പ്രഖ്യാപനം. നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കേരളത്തിൽ ഏതാണ്ട് 94 ലക്ഷം റേഷൻ കാർഡ് തന്നെയുണ്ട്. 1 കോടിയോളം കുടുംബങ്ങളുണ്ട് എന്ന് കരുതുക. 25 ലക്ഷം രൂപയുടെ പ്രതിവർഷ ഇൻഷുറൻസിന് പ്രാഥമികമായി 10 കോടി മാറ്റിവെച്ചത് എന്തിനാണെന്നോ എന്നാരംഭിക്കുമെന്നോ ഉള്ള പ്രഖ്യാപനമില്ല. ഇന്ദിരാ ഗ്യാരണ്ടിയോ ഇന്ദിരാ ക്യാൻറ്റീനോ യഥാർത്ഥത്തിൽ പ്രകടന പത്രികയിൽ നിന്ന് ഇപ്പോഴും ലക്ഷ്യം കണ്ടിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിലൊരു ഗവൺമെന്റ് തുടക്കത്തിൽ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് പോകും എന്ന് കേരളം പ്രതീക്ഷിച്ചതല്ല. യഥാർത്ഥത്തിൽ ഇവിടെ വളരെ മനോഹരമായി എങ്ങനെയാണ് കേരളത്തിന്റെ ഭൂനിയമങ്ങൾ മാറ്റാൻ പോകുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ചെന്ന് എത്തി നിൽക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് നിർബന്ധപൂർവം കൊണ്ടുവന്ന ഭൂമി കച്ചവടം, പിന്നീടുള്ള ഗവൺമെന്റ് 2016 എടുത്തു കളഞ്ഞ ആ തീരുമാനങ്ങളൊക്കെ വീണ്ടും വരാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള പരിഷ്കരണമാണ്. വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കുക, അതാണ് ഭൂപരിഷ്കരണം. ഇതിനിടയിൽ തന്നെ നമ്മുടെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാവുന്ന വിധത്തിൽ ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരും. യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് തന്നെ 5% മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ അതിന്റെ എക്സംഷൻ കൊടുക്കുന്ന 81(4) പ്രകാരം ഒരു ഭേദഗതി നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ 81(4) പ്രകാരം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമപരമായ ഭേദഗതി, പ്രസിഡന്റിന്റെ കൺസൾട്ടുള്ളൊരു നിയമമാണത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഇനി നിയമ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായിട്ട് എടുത്ത സ്റ്റെപ്പുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഭൂമാഫിയയ്ക്കും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് നൽകുന്ന ഒരു സൗകര്യങ്ങളായിരിക്കും അതിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ ദീർഘിപ്പിക്കല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാസക്കാലത്തിനിടയിൽ 3 ഡോക്യുമെന്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ധവളപത്രത്തിൽ പെരുപ്പിച്ച് കാണിച്ച കണക്കുകളുടെ പിൻബലത്തോടെ ഇനി കേരളത്തിൽ ഒരു ക്ഷേമ പദ്ധതിയും വരാൻ പോകുന്നില്ല എന്നും ഇനി എല്ലാം സ്വകാര്യവൽക്കരണവും PPP മാത്രമേ രക്ഷയുള്ളൂ എന്നും പറഞ്ഞു വെക്കാൻ ചില മറകളായി ഈ ഒരു മാസക്കാലത്തെ വിവിധങ്ങളായ ഡോക്യുമെന്റുകളെ ഗവൺമെന്റ് മാറ്റി എന്നുള്ള വളരെ ഗുരുതരമായ ആക്ഷേപം നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞാണ്. ഓരോ വകുപ്പുകൾക്കും കൊടുക്കേണ്ട സംഖ്യ ഇപ്പോ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ പ്ലാൻ 35,000-ൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനം കിട്ടാത്തതുകൊണ്ട് 30,000 ആക്കുന്നു എന്ന ആമുഖത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അത് ഏതൊക്കെ മേഖലകളിലായിരിക്കും ആ കുറവുണ്ടാകാൻ പോവുക? ഏറ്റവും പ്രധാനമായിട്ട് കേരളം ആശ്രയിക്കേണ്ട ഒരു മേഖല കൃഷിയാണ്. കൃഷിക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ നീക്കിവെച്ചത് 2071,95 ലക്ഷം രൂപയാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാണ്, ഒരു വകുപ്പിന്റെ മാത്രം. അതിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് 234 കോടിയാണ്. അത് കുറച്ചാലും ആ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകും എന്ന് കരുതുന്ന മാച്ചിങ് ഗ്രാന്റുകൾ ഉൾപ്പെടെ കൊടുക്കേണ്ട തുക അങ്ങ് കിട്ടില്ല എന്ന് വെച്ചാലും കേരളത്തിന്റെ തനത് പ്ലാനിൽ നിന്ന് 1837 കോടി 22 ലക്ഷം രൂപ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റ്. അത് ഫുൾ ബഡ്ജറ്റാണ്, പാസ്സാക്കിയതാണ് കേരളത്തിന്റെ നിയമസഭ. അതിന് ഓൾട്ടർനേഷൻ കൊണ്ടുവരുമ്പോൾ കേരളത്തിന്റെ പ്ലാനിൽ 1837 കോടി മാറ്റിവെക്കുകയും സർക്കാരിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് 234 പ്രതീക്ഷിക്കുകയും ചെയ്ത് 2071 കോടി രൂപ മാറ്റിവെച്ച കൃഷിക്ക് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് 1534 കോടിയാണ്. ഏത് മലയോര സംരക്ഷണത്തിന്റെ രാഷ്ട്രീയവും കഥയാണ് ഇവിടെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ചില വാചാടകങ്ങളുണ്ട് ഇതിനകത്ത്.
മലയോര കർഷകരെ ആകെ സംരക്ഷിക്കാൻ വേണ്ടി മലയോര ക്ഷേമം എന്നൊരു ഹെഡിങ് ഉണ്ടാക്കിയിട്ട് അതിലൊരു പ്രസംഗമാണ് മലയോര മേഖലയിൽ പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സമയബന്ധിതമായി പരിഹാരം കാണും. സുപ്രീം കോടതിയിലെ CHR കേസ് 1964 റൂള് പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കി കർഷക താല്പര്യം സംരക്ഷിച്ച് പട്ടയ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. ഇത് ഏജ് നേരിട്ട് കേരളത്തിന്റെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇടപെട്ട് കഴിഞ്ഞ് 3-4 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കേസാണ്. അത് സ്പീഡിലാക്കാൻ ഇനി ഏജിയുടെ മുഖമോ കോടതിയിലെ വക്കീലിന്റെ മുഖമോ മാറ്റാന്നല്ലാതെ സർക്കാരിന് ചെയ്യാവുന്നത് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ തന്നെയാണ്. താലൂക്കുകൾ പുനഃസംഘടിപ്പിക്കാനുള്ള പഠനം നടത്തിയാൽ കഴിഞ്ഞ തവണ നമ്മൾ കൊടുക്കണം നിശ്ചയിച്ചാണ്. പക്ഷെ സെൻസസ് ആരംഭിച്ച ഘട്ടത്തിൽ പിന്നെ പുതിയ റവന്യൂ വിഭജനം നടത്താൻ പറ്റില്ല എന്നുള്ളത് മാറ്റിവെച്ചാണ്. അപ്പോൾ ചിലത് വാചക കസരത്തായി പോകുമോ എന്നുള്ള പേടിയുണ്ട്. സ്വകാര്യവൽക്കരണമാണ് ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്ന് ഏറ്റവും വേഗത്തിൽ പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായി നിക്ഷേപങ്ങളൊക്കെ കേരളത്തിലേക്ക് വന്നതിന്റെ വളരെ കൃത്യമായിട്ടുള്ള കണക്കുദാഹരണം ഇതിൽ പറഞ്ഞേക്കല്ലേ. MSME 1000 കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. MSME 1 ലക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി 110 കോടി രൂപ ആ ബഡ്ജറ്റിൽ തന്നെ ഇതിന് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റിൽ നിന്ന് മറ്റൊരു ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ പുരോഗമനപരമായിട്ടുള്ള നെഹ്റുവിൻ ലെഫ്റ്റ് ഫിനാൻഷ്യൽ കൈകാര്യം ആലോചിക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു നടപടിക്രമവും ഇതിലുണ്ടായിട്ടില്ല എന്ന പരാതിയുണ്ട്. പിന്നെ ഒരു കാര്യത്തിലുള്ള സന്തോഷം, കഴിഞ്ഞ ഗവൺമെന്റ് തീരുമാനിച്ച ഒരുപാട് കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല വാക്കുകളൊക്കെ പ്രയോഗിച്ച് കുറച്ചുകൂടി നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ കുറച്ച് മെനയോടെ നല്ല കുറച്ച് കടുപ്പത്തോടു കൂടി പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതതുപോലെ തുടരുന്നു. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കൊടുക്കുന്ന 1000 രൂപയുടെ തുടർ നടപടി ഉൾപ്പെടെ കേരളത്തിലെ ആളുകൾ 12 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നതാണ്. അതുൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ പറഞ്ഞ മറ്റു പ്രഖ്യാപനങ്ങളടക്കം ഇന്ദിരാ ക്യാൻറ്റീൻ കേരളത്തിൽ എല്ലാവരുടെയും ആരംഭിക്കാൻ പോകുന്നു എന്ന കഥയടക്കം ഇത്തരം വിഷയങ്ങൾ എങ്ങനെ സമീപിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണമാണ് ഈ കാര്യത്തിൽ നടത്തിയത്. കുറച്ചുകൂടി ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെന്റുകളും എസ്റ്റിമേറ്റ് ഒക്കെ വരാനുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പുസ്തകങ്ങൾ വരാനുണ്ട്. അതുകൂടി നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. അവതരണത്തിൽ നിന്ന് പ്രധാനമായിട്ടും ഇക്കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞൊന്നും